ആമിന ബീബി ചൊല്ലിയ മൗലിദാണ്. റസൂലുള്ളാന്റെ മൗലിദ് മാത്രം ഓതിയാ പോരാ, റസൂലുള്ളാന്റെ ബാപ്പാന്റെ മൗലിദ് ഓതണം, റസൂലുള്ളാന്റെ ഉമ്മയുടെ മൗലിദ് ഓതണം. ഏതാകട്ടെ ആ ബാപ്പ മരിച്ചുപോയി, വഫാത്തായി പോയി. അങ്ങനെ വഫാത്തായതിനു ശേഷം അപ്പൊ തന്നെ ആമിന ബീബി ഗർഭിണിയാണ്. റസൂലുള്ളാന്റെ ബാപ്പാന്റെ ഖബർ എവിടെയാ? 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 തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒന്നും അറിയില്ലെങ്കിൽ ഉഗ്രവരുത്ത് എന്ന് പറഞ്ഞോളി. എന്നാൽ എന്തൊക്കെ ഒന്നും പറയണം, നിങ്ങൾ ഉറങ്ങാൻ പാടില്ല, അത്രയപ്പോ എനിക്ക് നിർബന്ധമുണ്ട്. റസൂലുള്ളാന്റെ വാപ്പാന്റെ ഖബർ എവിടെയാ? വല്ല കുട്ടിയൊക്കെ അറിയോ? വലിയവർക്ക് അറിയോ? അൽഹംദുലില്ലാ, നിങ്ങൾ ഒരു ഉത്തരം പറഞ്ഞല്ലോ. പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, എന്നാലും വേണ്ടിയില്ല. അല്ലാഹു തആല നമ്മളെ അബ്ദുൽ അസീസ് മാഷിനെ ആമീൻ പറയും, വലിയ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അബവായിൽ ഉണ്ട് ആരെ ഖബർ? റസൂലുള്ളാന്റെ ഉമ്മാന്റെ ഖബറുണ്ട്. ആ ഖബറുകൾ ഞാനും പോയിട്ടില്ല, മൂപ്പർക്കും പോകണം, എനിക്കും പോകണം. അത് ഉമ്മാടെ ഖബറാണ് അബവായിൽ. അവിടെ പോകാൻ അല്ലാഹു തൗഫീഖ് നൽകണേ റഹ്മാനെ. ബാപ്പന്റെ ഖബർ അബവായിൽ അല്ല. എവിടെയാ മോനെ? മദീനയിലാണുള്ളത്. എങ്ങനെ മദീനയിൽ ഖബറായത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പ അബ്ദുള്ള എന്നവര്, ആ അബ്ദുള്ള എന്നവര് ആമിന ബീബിയെ കല്യാണം കഴിച്ചു. ആ കല്യാണം ഒരു ബറക്കത്തുള്ള കല്യാണാണ്, സാധാരണ കല്യാണമല്ല. സാധാരണ കല്യാണത്തിനെ പറ്റി ഒരു പാട്ടുണ്ടല്ലോ, രാജരിൽ പാട്ടുകൾ പാടി പൂരണദാസികളായിരം കോടി, പൂരണദാസികളായിരം കോടി കൂടി അൽഫാണ്ടിമ ദാസികളും കോടമേൽ മിസുകൊള്ള നാടൻ ചൂടർത്തേ അടിപൊടുവേണ്ടോടും മക്കള തുടിയും ഇളകിട്ട കൈമണി ഹർമോണി ബലിയും, ഇളകിട്ട കൈമണി ഹർമോണി ബലിയും ബലിച്ചെയ്തീനകൾ പാട്ടും അലങ്കാരമാ. വനിതകൾ കരം കൊട്ടാണ് പാട്ടിന്. വനിതകൾ കരം കൊട്ടുകുലമടലികളുടെ പരവാല് അധിപതിക്കറിവിച്ചം പരപുട ചേല്, അധിപതിക്കറിവിച്ചം പരപുട ചേല് ചേലൊത്ത പുതുനാരി സഖികൾ ഫൗജായി ചേർന്ന് മിസൂരിൽ എന്നറിന്ത് രാജ രാജനറിന്തതിരേറ്റി കടത്തി രാശിന കോവിലകത്തിലിരുത്തി, രാശിന കോവിലകത്തിലിരുത്തി വിരുത്തിയുടെ അസീസിന്റെ ദിനം റെഡിക്ക് ബീവിയെ കയറ്റണം മണിയറക്ക്. മണിയറയ ഗംഭീരി പൊടുക്കിയ വിധമ അടിയവനൊഴികെ ഒത്തൊടുക്കൂല പുതുമ. അങ്ങനത്തെ ഒക്കെ പാട്ട് പാടിയിട്ട് വയത് പറഞ്ഞെങ്കിൽ 5 ദിവസമെങ്കിലും നിങ്ങൾ എനിക്ക് അവസരം തരണം. ഞാൻ പാടിന്റെ അർത്ഥമൊന്നും പറഞ്ഞില്ല. അത് അസീസ് എന്ന രാജാവിന്റെ കല്യാണപ്പാട്ടാണ്. ഏതോ ആകട്ടെ ഫാത്തിമ റസൂലുള്ളാന്റെ ഉമ്മയായ ആമിന ബീബിന്റെ കല്യാണമാണ് നമ്മളെ ചർച്ച. അബ്ദുള്ള എന്ന റസൂലുള്ളാന്റെ ബാപ്പാനെ കാണുമ്പോഴേ മക്കത്തുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കും. ചില ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പെണ്ണ് വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, പിന്നെ ഇന്നെ കെട്ടിക്കൂടെ, എന്താടി എനിക്ക് പിരാന്താന്ന് ചോദിച്ചു. അബ്ദുള്ള എന്നവർക്ക് ഭയങ്കര നാണാണ്. എന്ത് പെണ്ണാണ്, എനിക്ക് ലജ്ജല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ലജ്ജല്ലായിട്ടല്ല, നിങ്ങളുടെ ഒരു മകൻ വലിയ ബർക്കത്ത്. ഒന്നുകിൽ നിങ്ങളെ മോനെ, അല്ലെങ്കിൽ നിങ്ങളെ മോന്റെ മോനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരക്കുട്ടി നിങ്ങളിലൂടെ ഒരു മകന്റെ മകനോ അല്ലെങ്കിൽ മകനോ ആരെങ്കിലും ഒരാൾ ഭയങ്കര ഒരു ലോകത്തിന് മുഴുവനും, ലോകങ്ങൾക്ക് മുഴുവനും ഐശ്വര്യമാകുന്ന ഒരു കുട്ടി ഉണ്ടാവുന്ന ലക്ഷണങ്ങളില്ലെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതിന് ഞാനിവിടെ നിങ്ങൾ അധികം ഭാര്യയും ഭർത്താവും ആകണ്ട, നിങ്ങളൊന്ന് കെട്ടിയാൽ മതി, ഒരു ദിവസം എന്റെ കൂടെ ഒന്ന് കിടന്നുറങ്ങിയാൽ മതി. അബ്ദുള്ള പറഞ്ഞു, മോളെ എനിക്ക് പോയി പണി നോക്കിക്കോ, ഞാൻ അങ്ങനെ കെട്ടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്റെ വാപ്പ എന്റെ ഉമ്മ ഏത് പെണ്ണിനെ കൊണ്ടാണോ കെട്ടാൻ ഉദ്ദേശിച്ചത്, കെട്ടിക്കാൻ ഉദ്ദേശിച്ചത്, അതാണ് എന്റെ ബീവി. അതിന്റെ അപ്പുറം എനിക്കൊരു ബീവി ഇല്ല, ഇത് പോയി പണി നോക്കുക. ഏതായാലും അതിനിക്കുള്ള ഭാഗ്യം കിട്ടിയത് ആർക്കാണ്? ഓ ചെറുപ്പക്കാരെ, ബാപ്പയുടെ സമ്മതമില്ലാതെ, പെറ്റുപോറ്റിയ ഉമ്മയുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പിടിച്ചിട്ട് ബാപ്പാനോട് അങ്ങോട്ട് പറയാ, ബാപ്പേ ഓളെ കെട്ടിച്ചെന്നാ മതി, ബറക്കത്തുണ്ടാവൂല മോനെ, ബറക്കത്തുണ്ടാവൂല മോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
ജീവിതം പച്ചപിടിക്കൂല, ഇടങ്ങേറ് വരും, സംശയമില്ല. നിന്നെ 18 കൊല്ലം 19 കൊല്ലം പോറ്റി വളർത്തിയ ബാപ്പ, ഏതൊരുമ്മയും ഈ കുഞ്ഞുമോള് കരയുമ്പോഴേക്കും പാലൂട്ടാൻ വേണ്ടി രാത്രി 2 മണിക്ക് ഊരവേദന ഉള്ള ഉമ്മ. റബ്ബേ, നമ്മളെ ഉമ്മമാര് നമ്മളെ പോറ്റിയത് മുസ്തഫ സഖാഫിയുടെ ഉമ്മ, മുസ്തഫ സഖാഫിയെ പോറ്റിയത് ഇന്നത്തെ ഉമ്മമാര് പോറ്റിയതുപോലെയല്ല. ബാപ്പ നാട്ടിലില്ല, എവിടെയോ മദ്രാസിലോ ബോംബെയിലോ ഒക്കെയാണ്. ചെറ്റക്കൂരയിൽ താമസിക്കുമ്പോ മണ്ണുകൊണ്ട്, ചുവന്ന മണ്ണുകൊണ്ട് ഇങ്ങനെ ഉരുളാക്കിയിട്ട് ഉണ്ടാക്കിയ ചുമരാണ്. അതിൽ പാമ്പിടക്കിടക്ക് വരാൻ നല്ല സുഖാണ്. രാത്രി 2 മണിക്ക് ഞങ്ങൾ ചെറിയ കൊച്ചുകുട്ടികൾ കിടന്നുറങ്ങുമ്പോ ഞാനാണ് മൂത്തത്. എന്റെ പ്രായം വന്ന് 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സാണ്. കിടന്നുറങ്ങുമ്പോ 2 മണിക്ക് പാമ്പിന്റെ ഒച്ച എന്റെ ഉമ്മയുടെ കമ്പ്യൂട്ടറിൽ വരികയാണ്. എന്നിട്ട് ഒരു ലൈറ്റ് ഇടാൻ അന്ന് മോനെ കൊച്ചുകുട്ടികളെ അന്ന് കറണ്ടില്ല, അന്ന് ബൾബില്ല. കുട്ടി മൂത്രമൊഴിച്ചാൽ കഴുകാൻ അടിയിൽ സിമന്റ് ഇല്ല, മണ്ണാണ്. ഒന്ന് കഴുകാൻ മോട്ടറിടാൻ മോട്ടറില്ല, അന്ന് കറണ്ടില്ല. ഞങ്ങൾക്ക് കിണറും ഉണ്ടായിരുന്നില്ല. എന്താ മോനെ കിണറില്ലാത്തത്? കിണർ കുത്താൻ എന്റെ വാപ്പക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് എന്റെ വാപ്പ മരിച്ചുപോയി. അല്ലാഹുവേ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വെള്ളം കുടിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. എന്റെ ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ മക്കളെ പോറ്റിയ ഉമ്മ, ഈ മോൾക്ക് 18 വയസ്സാകുമ്പോ മകൾ അങ്ങോട്ട് പറയാണ്, നിങ്ങൾ വിചാരിക്കണ പുതിയാപ്പള എനിക്ക് വേണ്ട, എനിക്ക് ഇന്നാള് മതി എന്ന് പറയുന്ന പെങ്ങളെ, പെൺകുട്ടികളെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടൂല കേട്ടോ. അൽ ജന്നത്തു تحت أقدام الأمهات قال رسول الله. സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മാന്റെ പൊരുത്തം വേണം. ഉമ്മാടെ പെർമിറ്റ് ഇല്ലാതെ മക്കൾക്ക് സ്വർഗം കിട്ടൂല. എത്രയോ സംഭവങ്ങളില്ലേ. ഞാൻ പറയുന്നത് റസൂലുള്ളാഹിന്റെ അമ്മായിയാണ് ആര്? സഫിയ ബീവി. ആ സഫിയ ബീവിന്റെ മോനാണ് ആര്? സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ എന്നൊരു മോനാണ് ആര്? ഉർവ റളിയല്ലാഹു അൻഹു. നിങ്ങൾ മദീനത്ത് പോയവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയൂല. മദീനത്ത് വെറുതെ പോന്നിട്ട് കാര്യമില്ല. 1.5 കൊല്ലം മദീനയിലെ ഹറമിൽ തന്നെ ജീവിച്ച ഒരാളാണ് ഞാൻ. അല്ലാഹു തആല ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആ ഹറമിന്റെ ചുറ്റുഭാഗത്തും റിംഗ് റോഡാണ്, ത്വരീഖുദ് ദാഇരിയാണ്. അതിലുള്ള റിംഗ് റോഡിൽ ആ മസ്ജിദ് ഖിബ്ലത്തൈനിലേക്ക് പോകണ കേറുന്ന എക്സിറ്റ് ഉണ്ട്. അങ്ങോട്ട് പോയാൽ ഖിബ്ലത്തൈനും കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എടുക്കാൻ പോണ ആ റോഡ് പോണ മീഖാത്തിലേക്കുള്ള പഴയ റോഡാണ്. ദുൽഹുലൈഫ എന്നൊരു മീഖാത്തുണ്ട്. അതെ, ആ മീഖാത്ത് 5 മീഖാത്തിൽ ഏറ്റവും പോരിശയാക്കപ്പെട്ട മീഖാത്താണ് മോനെ. നബവി ഇമാം റളിയല്ലാഹു അൻഹു ഇലാഹിൽ പറയുന്നുണ്ട്, ഇആനത്തിലുണ്ട്, തർശീഹിലുണ്ട്, എല്ലാ ഫിഖഹിന്റെ കിതാബിലും അല്ലാത്ത കിതാബിലും പറയുന്നുണ്ട്. എന്താ കാരണം? ആ ദുൽഹുലൈഫ എന്ന് പറയുന്ന മീഖാത്ത് വേറെയും ഹജ്ജിനിക്കോ ഉംറക്കോ ഇഹ്റാം ചെയ്യാൻ വേറെയും 4 മീഖാത്ത് ഉണ്ടെങ്കിലും ദുൽഹുലൈഫ എന്ന മീഖാത്തിന് മഹത്വം കിട്ടാനുള്ള കാരണം എന്താണ്? അഇമ്മത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹജ്ജിന് പോകുമ്പോ ഫത്ഹുൽ മുഈൻ പറയുന്നുണ്ട്, അവിടെ വറുവിയ അന്ന ആദം അലൈഹിസ്സലാം ഹജ്ജ 40 ഹജ്ജത്തൻ മിനൽ ഹിന്ദ് മാശിയൻ. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ നിന്ന് ഹജ്ജിന് വരുമ്പോൾ റസൂലുള്ള ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത മീഖാത്ത് ഏതാണ്? അത് ദുൽഹുലൈഫയാണ്. റസൂലുള്ള അവിടെ നിന്ന് ഇഹ്റാം ചെയ്തത് കൊണ്ടിട്ട് ആ മീഖാത്തിന് മഹത്വം കിട്ടിയിട്ടുണ്ട്. ഏതായാലും ആ ദുൽഹുലൈഫയിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് ഒരു സ്ഥലം, എപ്പോഴും ഉണ്ട് ഒരു സ്ഥലം. ആ സ്ഥലത്തിന്റെ എപ്പോഴും അറിയപ്പെടുന്ന പേരെന്താ? ഉർവ. എന്താ സ്ഥലത്തിന്റെ പേര്? ഇപ്പോഴും ഞാൻ അവിടെ പലപ്പോഴും പോയിട്ടുണ്ട്. എന്താണെന്നറിയോ? നല്ല കമ്പി വേലി കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, വലിയ കമ്മതിരി പോലത്തെ. അതെന്താണ്? ഉർവ എന്നവരാരാണ്? ഉർവ എന്നവര് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മോളമോനാണ്. ആ ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ എന്നവര് മദീനയിൽ ഗവർണറായിട്ടുണ്ട്.
ആ ഗവർണറായ കാലത്ത് അവരുടെ ആ കോമ്പൗണ്ട്, അവരുടെ ആസ്ഥാനം അവിടെയായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ആ സ്ഥലത്തിന്റെ പേര് ഉർവ എന്നാണ്. സുഹൃത്തുക്കളെ, ഉർവ എന്നവര് പറയാണ്, ഉർവത്തെന്നവര് പറയാണ് വസുവൈബത്തു മൗലാത്തുൽ അബീ ലഹബിൻ. സുവൈബത്ത് എന്നവര് മൗലാത്തുൽ അബീ ലഹബിൻ, അബൂ ലഹബിന്റെ അടിമ സ്ത്രീ ആയിരുന്നു. റസൂലുള്ളാഹിനെ പെറ്റപ്പോ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. വാപ്പ വഫാത്തായി മദ്ഫൂനായി മണ്ണിന്റെ അടിയിൽ മറവ് ചെയ്യപ്പെട്ടു പോയി. ഏത് മണ്ണിൽ? മദീനത്തെ മണ്ണിൽ. ഇന്നത്തെ മസ്ജിദുൻ നബവിന്റെ പള്ളിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? വടക്ക് ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയ ത്വരീഖുൽ മലിക് ഫഹദാണ്, കിങ് ഫഹദ് റോഡാണ്. ആ ഭാഗത്തേക്ക് പുറത്തിറങ്ങുന്ന അവിടെ പള്ളിന്റെ ഉള്ളിലാണ്, ഇപ്പോഴത്തെ പള്ളിന്റെ ഉള്ളില്. മലിക് ഫഹദ് രാജാവാണ് പള്ളി ഇത്രയും വിശാലമാക്കിയത്. അങ്ങനെ വിശാലമാക്കിയപ്പോൾ പള്ളിന്റെ വടക്കു ഭാഗത്ത് പുറത്തെ വാതിലിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാപ്പന്റെ ഖബറെന്ന് മദീനയിലുള്ള അറബികൾ പരമ്പരയായി സുന്നത്ത് ജമാഅത്തിന്റെ അറബികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മളെ മലയാളികൾക്കും അറിയുന്നവർക്കറിയാം. അപ്പൊ റസൂലുള്ളാഹിനെ പ്രസവിച്ചപ്പോഴേ ആര് ഹയാത്തിലില്ല? റസൂലുള്ളാഹിയുടെ ബാപ്പ ഹയാത്തിലില്ല. നല്ലൊരു ചൊറുക്കുള്ള ഒരു കുട്ടിയാണ് അവന്റെ വാപ്പ. ഇത്ര സൗന്ദര്യമുള്ള ഒരു പൊന്നുമോനെയും ഒരു ഉമ്മയും പെറ്റിട്ടില്ല. എന്തോ ഒരു പ്രകാശമാണ് ആ കുഞ്ഞിമോന്റെ മുഖത്ത് നിന്ന് അടിച്ചു വീശുന്നത്. അതാണ് ശൈഖുന കൊണ്ടൂർ ഉസ്താദ് പാട്ടുപാടിയത്. അമീനെ പെറ്റേ അൽ അമീനായി വന്നേ, ഈമാനുടെയോർക്ക് അമാനായി നിന്നേ. സുബ്ഹാന റബ്ബിയല്ലദീ അസ്റാ ബികാ ഹത്താ റഖീത മുനാജിയൻ ലിറബ്ബികാ ഹാദാ ബിജിസ്മിക ലം യകുൻ ലിൽ അംബിയാ ഖബ്ലു ഫജുദ് കറമൻ വഖിന്നാ ഹാവിയാ. ആമിന ബീവി പെറ്റപ്പോ നല്ല റാഹത്തായി. അവിടെ പലരുണ്ട്. അന്ന് പ്രസവം ഈച്ചെടുക്കാൻ നഴ്സായ പ്രവർത്തിച്ചത് ആരാന്നറിയോ നിങ്ങൾക്ക്? അവരെ ബർക്കത്തുള്ള ആ നഴ്സായ ഉമ്മയുടെ പേരെന്താ? എല്ലാ കിതാബിലും അത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ചരിത്രം പറഞ്ഞ എല്ലാ കിതാബിലും. നൂറുൽ യഖീൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫ്ളൽ ഉലമാക്ക് പഠിപ്പിക്കുന്ന കിതാബ് അതിലുണ്ട്. സൗദി അറേബ്യ 50,000 റിയാൽ സമ്മാനം കൊടുത്ത് ആദരിച്ച ഇന്ത്യക്കാരനായ സഫിയുർ റഹ്മാൻ മുബാറക് പൂരിയുടെ കിതാബ് മുതഅല്ലിമീങ്ങളെ അർ-റഹീഖുൽ മഖ്തൂം അതിലുണ്ട്. അന്നത്തെ നഴ്സായ ബറക്കത്തുള്ള നഴ്സിന്റെ പേര് ബീവി ശിഫാ. എന്ത് ശിഫാ? ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് പെൺകുട്ടിയൊക്കെ ശിഫ എന്ന് പേരിട്ടാ നല്ലതാ. അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന ബറക്കത്തുള്ള സഹാബിന്റെ പെറ്റ ഉമ്മയാണ്, ശിഫ ബീവിയാണ്. അങ്ങനത്തെ പല പല പെണ്ണുങ്ങളും അവിടെ ഉണ്ട്. അവരൊക്കെ ആമിന ബീവിക്ക് ഖിദ്മത്തെടുക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. പടച്ചോനെ, ആമിന ബീവിക്ക് ഒരു തർളിയത്ത് റളിയല്ലാഹു ജല്ലീറ്റെങ്കിലും ഖിദ്മത്തെടുത്തിട്ട് ആമിന ബീവിന്റെ പൊരുത്തം കിട്ടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കള് പരമ്പരകളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. പെറ്റത് പെൺകുട്ടിനെ അല്ല, പെറ്റത് പെൺകുഞ്ഞിനെ അല്ല, നല്ലൊരു ബറക്കത്തുള്ള ആൺകുഞ്ഞാണ്. നിങ്ങളുടെ കണ്ടപ്പോൾ പെറ്റ അപ്പ ഓടി. ആര്? സുവൈബ എന്ന പെണ്ണ് ഓടുകയാണ് സ്പീഡിൽ. ഓടിയിട്ട് എവിടേക്കാ ഓടുന്നത്? സുവൈബത്തിന്റെ മുതലാളിയായ യജമാനന്റെ അടുത്തേക്ക്. ആരാ യജമാനൻ? അബൂലഹബ്. അബൂലഹബ് ആരാ? അള്ളാന്റെ റസൂലുള്ളാന്റെ ബാപ്പാന്റെ ജ്യേഷ്ഠൻ, റസൂലുള്ളാന്റെ മൂത്താപ്പ. എന്നിട്ട് പറയാണ് മുതലാളി ഒരു ഗോൾഡൻ ന്യൂസ് ഉണ്ട്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങളെ അനുജന്റെ ഭാര്യ, നിങ്ങളെ ഇളച്ചി പ്രസവിച്ച കുട്ടി പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. അതിങ്ങോട്ട് കേട്ടപ്പോ മൂപ്പരിക്കുണ്ട് റാഹത്തുണ്ടായി. എന്താ റാഹത്ത്? അള്ളാന്റെ റസൂലാകുന്ന കുഞ്ഞിനെ പെറ്റു എന്ന റാഹത്താണോ? അല്ല, റസൂലിനെ പെറ്റു എന്ന് മൂപ്പർക്ക് അതൊന്നും അറിയൂല, മൂപ്പരും മനസ്സിലാക്കിയിട്ടില്ല.
മൂപ്പര് മനസ്സിലാക്കിയത് എന്താണ്? എന്റെ അനുജന്റെ ഭാര്യ, എന്റെ ഇളയച്ചി പ്രസവിച്ച കുട്ടി, എന്റെ അനുജന്റെ കുട്ടി ഒരു പെൺകുട്ടി അല്ലല്ലോ. അവര് സന്തോഷം കൊണ്ട് ഒരു ആൺകുട്ടി ആണല്ലോ എന്ന സന്തോഷം കൊണ്ട് ഈ വിവരം വന്ന് പറഞ്ഞ് അടിമ സ്ത്രീയോട് പറഞ്ഞു, മോളെ സുവൈബ, ഇനി മുതൽ ഈ വിവരം വന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം എനിക്ക് തന്നതുകൊണ്ട് നീ ഇനി മുതൽ അടിമയല്ല, സ്വതന്ത്രവായു ശ്വസിച്ചോ മോളെ സുവൈബത്തെ, ഇനി നീ ഒരിക്കലും അടിമത്വത്തിൽ മരിക്കണ്ട. അത് മോയിൻകുട്ടി വൈദ്യരെ പാട്ടല്ല, മുസ്തഫ വൈദ്യരെ പാട്ടാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂത്താപ്പ പറയാണ് ഈ പെണ്ണിനോട്, നീ ഇനി മുതൽ അടിമയല്ല. ശ്രദ്ധിക്കണേ മോനെ, ഈ കുട്ടി കണ്ട ഞാൻ ഇവിടെ വന്നിരുന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞ അപ്പം വന്നിരുന്നതാണ്. അള്ളാഹു ആ കുട്ടിക്ക് വലിയ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ, അങ്ങനെ അച്ചടക്കത്തിൽ ഇരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. കാലം കുറെ ആയി. അങ്ങനെ റസൂലുള്ള ജനിച്ചു, വളർന്ന് വലുതായി, 40ാമത്തെ വയസ്സ് വരെ ജീവിച്ചപ്പോ ആർക്കും ഒരു തർക്കമില്ല. ഒറ്റ കുട്ടിക്ക് മക്കത്ത് അഭിപ്രായ വ്യത്യാസമില്ല. റസൂലുള്ളാഹിനെ പറ്റി അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണ്. ഒരൊറ്റ കുട്ടിക്ക് ഒരു ഖിലാഫും ഇല്ല. ഒരു സാമ്പിൾ ഞാൻ പറയാം. 40 കൊല്ലത്തെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ സാമ്പിൾ നൂറുകണക്കിന് പറയാൻ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ സ്വഹീഹുൽ ബുഖാരി സബക്കിൽ നിന്ന് പഠിച്ചത് പറയാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഒരൊറ്റ ഞാൻ പറയാം. ആ റസൂലുള്ളാഹിയുടെ ജീവിതത്തിന്റെ പരിശുദ്ധി സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അതായത് റസൂലുള്ളാഹിക്ക് നബുവത്തൊക്കെ കിട്ടി, 13 കൊല്ലം അവിടെ തന്നെ താമസിച്ചു, എവിടെ തന്നെ, മക്കത്ത് തന്നെ. 13 കൊല്ലം കഴിഞ്ഞപ്പോ ഇടങ്ങേറാക്കി അവസാനം അള്ളാന്റെ കൽപ്പന കിട്ടിയപ്പോ റസൂലുള്ളാഹി മദീനത്തേക്ക് പോയി. മദീനത്ത് പോയി അന്യ നാട്ടിൽ പോയി താമസിക്കുക ആര്? അള്ളാന്റെ റസൂലും സഹാബത്തും. അവിടെയും ജീവിക്കാൻ ശത്രുക്കൾ അനുവദിച്ചില്ല. അങ്ങനെയാണ് ബദർ യുദ്ധം ഉണ്ടായത്. ശത്രുക്കൾ മക്കയിൽ നിന്ന്, തെക്ക് ഭാഗമായ മക്കയിൽ നിന്ന് വടക്ക് ഭാഗം 500ഓളം കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് മദീനത്തേക്ക്. ആ മദീനത്തിന്റെ അടുത്തുള്ള 350 കിലോമീറ്റർ എത്തുമ്പോഴുള്ള സ്ഥലമാണ് ബദർ. അവിടത്തേക്ക് അങ്ങോട്ട് പോയി വലിയ കിബറോട് കൂടിയാ പോയത്. പുറപ്പെട്ട ബുജാഹിലുടൻ കിബർ പൊങ്കിയലും ലിബാസ് ചമൈന്ത് പുതുമാ ഹസബിട്ടികൾ ബൈ തഹരീറുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉള്ള നേമ ചട്ടകളും ആരെ ചോട്ടികളും പല്ലപ്പണി പൊതുവായി എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടനായി. പുറപ്പെട്ട അബൂജാഹിലുടൻ കിബർ പൊങ്കിയളുണ്ട്. ഭയങ്കര കിബറോട് കൂടിയാ പോയത്. അത് വെറുതെ പാട്ട് പാടിയതല്ല മോയിൻകുട്ടി വൈദ്യര്, ഖുർആനിലുള്ളത് പാട്ടാക്കിയതാ. ബതറൻ വരിഅന്നാസ്. മുതഅല്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളെ, അംഫാൽ സൂറത്തിൽ അല്ലാഹ് പറയാണ്, ബദറിലേക്ക് മുശ്രിക്കീങ്ങൾ പുറപ്പെട്ടതിനെ പറ്റി പറയാണ്. ബതറൻ വരിഅന്നാസ്. എടാ ഞങ്ങൾ ജയിക്കുമടാ, ഉറപ്പാണ്. മുഹമ്മദിന്റെ തല ഞങ്ങൾ വെട്ടുമടാ, മുഹമ്മദിന്റെ ആൾക്കാരെ വകവരുത്തുമടാ, ഞങ്ങൾ ജയിക്കുമടാ എന്ന് പറഞ്ഞ് കിബറോടുകൂടി അവര് ബദറിലേക്ക് വന്നു. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം റസൂലുള്ളാഹിന്റെ കയ്യിൽ, സ്വഹാബത്തിന്റെ കയ്യിൽ വാളുകളില്ല. എത്ര വാളാണുള്ളത്? ബദറിലേക്ക് വന്ന മുസ്ലിമീങ്ങളുടെ കയ്യിൽ, സ്വഹാബത്തിന്റെ കയ്യിൽ എത്ര വാളാണുള്ളത്? അടവ സുയൂഫ് 8 ഉണ്ട്. എത്ര വാള്? 8 വാളുണ്ട്. അതേ ഉള്ളൂ. 1000ഓളം വരുന്ന ശത്രുക്കൾ സർവായുധ വിഭൂഷിതരാണ്, സർവസജ്ജരാണ്. അതേ സമയം വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ, സൂറത്ത് ആല ഇംറാൻ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ولقد نصركم الله ببدر وأنتم أذلة. അല്ലാഹ് പറയാണ് വഅൻതും അദില്ല. അദില്ലത്തുൻ പല തഫ്സീറുമുണ്ട്. ഒരു തഫ്സീർ അവരെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്വഹാബത്ത് അക്ഷരാർത്ഥത്തിൽ നിരായുധരായിരുന്നു. അല്ലാഹ് സഹായിച്ചത് ബദരീങ്ങളെയാണ്. തൊട്ടടുത്ത കൊല്ലം ഏതുണ്ടാക്കിയത് മുശ്രിക്കീങ്ങളാണ്. അങ്ങനെയാ ഉഹദ് ഉണ്ടായത്. പിന്നെയാണ് ഖന്തഖ് ഉണ്ടായത്. അതിനുശേഷമാണ് ഹുദൈബിയ സന്ധി ഉണ്ടായത്. അതായത് മുശ്രിക്കീങ്ങൾക്ക് മനസ്സിലായി മുഹമ്മദിനോട് എതിർത്താൽ ഞമ്മക്ക് പരാജയം ഉണ്ടാവുള്ളൂ. നമ്മളൊപ്പം എത്ര ആളെ എണ്ണം കൂടിയിട്ടും കാര്യമില്ല, എത്ര കായിക ബലം ഉണ്ടായിട്ടും കാര്യമില്ല. മുഹമ്മദിനോട് എതിർക്കുമ്പോ നമ്മൾ തോൽക്കല്ലാതെ ഉണ്ടാവൂല. അങ്ങനെയാണ് ഹുദൈബിയയിൽ വെച്ച് സന്ധി ഉണ്ടായത്. സന്ധി നടന്നപ്പോൾ അള്ളാന്റെ എല്ലായിടത്തൊരു സമാധാനമായി. റസൂലുള്ളാഹിന്റെ ആഗ്രഹം അതാണ്. സന്ധിയിലെ പ്രധാന വ്യവസ്ഥ എന്താ മോനെ? 10 കൊല്ലത്തിന് മക്ക മുശ്രിക്കുകളും അള്ളാഹുവിന്റെ റസൂലും തമ്മിൽ കുഴപ്പങ്ങളും യുദ്ധങ്ങളും പാടില്ല. അപ്പൊ നല്ല സമാധാനമായി. അപ്പോഴാണ് മുത്തായ തങ്ങള്, ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരെ, ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരികളെ, ഇത് ലോകത്ത് നടന്ന റിയലി ഹിസ്റ്ററിയാണ്. ഐ ബിലീവ് ദാറ്റ് a man like him. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതറിയോ? അല്ലാഹുവിന്റെ റസൂലിന് സമാധാനത്തിന്റെ അവസ്ഥ വന്നപ്പോഴേ, ഹുദൈബിയ സന്ധി നടന്നപ്പോഴേ, ലോകത്തുള്ള വലിയ വലിയ രാജാക്കന്മാർക്കൊക്കെ അല്ലാഹുവിന്റെ റസൂല് കത്തെഴുതാൻ തുടങ്ങി. നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങൾ സ്വർഗത്തിലെത്തും, സന്തോഷാകും. കത്തെഴുതാൻ തുടങ്ങി. ആ കത്തിനെ പറ്റി ഇന്ത്യ കണ്ട മഹാചിന്തകനായ ജവഹർലാൽ നെഹ്റു പോലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത്ഭുതപ്പെടുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മകള് ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകൾ അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഇംഗ്ലീഷിൽ പുസ്തകമായിട്ടുണ്ട്. അതിന്റെ പരിഭാഷ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു പറയാണ്, എന്തോ ഒരു മനക്കരുത്താണ് ആർക്ക്? മുഹമ്മദ് നബിക്ക്. മുഹമ്മദ് നബിക്ക് സെക്യൂരിറ്റികളില്ല. മുഹമ്മദ് നബി എന്ന് അയാൾ പറഞ്ഞതാണ്. ഞമ്മക്ക് പറയാനുള്ളത് നമ്മൾ പറയണം. സല്ലല്ലാഹു മുഹമ്മദ് നബിക്ക് രജിസ്ട്രേഡ് പട്ടാളക്കാരില്ല, പാറാവുകാരില്ല, ഒന്നുമില്ല. മൂപ്പരിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അള്ളാഹു മൂപ്പർക്കും വലിയ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഇവിടുത്തെ വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹൗദുൽ കൗസർ നമുക്ക് മുടങ്ങാൻ പാടില്ല. അത് പടച്ചോനെ ഞങ്ങൾക്ക് മുടക്കരുതേ റഹ്മാനെ. നിങ്ങളെ പേരെന്താ ഉസ്താദ്? ചെറിയ അത് പേരല്ല, അത് മൂപ്പരെ സ്നേഹം കൊണ്ട് വിളിക്കണം. ശരിക്കുള്ള പേരെന്താ? മുഹമ്മദ്. മുഹമ്മദ് അല്ല, മുഹ എന്ന് പറഞ്ഞ മൂപ്പരെ പേരക്കുട്ടികൾ മൂത്രമൊക്കെ പേടിച്ചിട്ട് മുഹമ്മദ്. അങ്ങനെ വേണ്ട. മൂപ്പരെ ഒറിജിനൽ പേര് മുഹമ്മദ്. മുഹമ്മദ് അങ്ങനെ പറഞ്ഞ പേരക്കുട്ടികളൊക്കെ ഈ പഠിപ്പിച്ചു കൊടുക്കണ ഉസ്താദിന്റെ തൊള്ളേക്കാട് കയറിയിരിക്കും. ഔന്റെ വാപ്പ അതെന്തോ ഒരു ഉസ്താദാണ് മുഹമ്മദ്. നിങ്ങൾ ഈ ജാതി പറച്ചിന് പറഞ്ഞ അടുത്ത പ്രസംഗം, സ്വാഗത പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഹാജിയെ ഞാൻ ക്ഷണിക്കുന്നു. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുഹമ്മദ് ഹാജിയെ ഞാൻ ക്ഷണിക്കുന്നു. അപ്പൊ മുഹമ്മദ് ഹാജിക്കും സ്നേഹാവും. റസൂലുള്ളാന്റെ പേരാണ് ഈ കുട്ടിക്ക്, ഈ മുഹമ്മദ് ഹാജിക്ക് അയാളെ വാപ്പട്ടത്. അപ്പൊ എന്താവും? ആ റസൂലുള്ളാന്റെ ഒറിജിനൽ പേരാകുമ്പോ ഈ പേരിട്ട കുട്ടിക്കും പേരിട്ട വാപ്പാക്കും ഒരു ഹൈറുണ്ടാവും. പഠിച്ചോനെ ഇയാൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ട ആ വാപ്പാനെയും, അത് പാപ്പയാകാം, ഉമ്മയാകാം, വല്യാപ്പയാകാം, വല്യമ്മയാകാം, വളാപ്പയാകാം, മൂത്താപ്പയാകാം, ആരാവട്ടെ ആ പേരിട്ട ആളെയും ഈ മുഹമ്മദ് എന്ന ചെറിയാപ്പുവിനെയും പഠിച്ചവനെ മുഹമ്മദ് മുസ്തഫ. ആ പേര് അങ്ങനെ പറഞ്ഞെങ്കിൽ നിസ്കാരം ശരിയാവുള്ളൂ മോനെ. നിസ്കാരം ഒടൂല. തഹിയ്യാത്തുൽ ഫർളാൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്. ഹായ് കേൾക്കണം. ആ ചെല്ലണ ഓനെങ്കിലും കേൾക്കണം. അശ്ഹദു അന്ന മുഹമ്മദൻ. മുഹ എന്ന് പറയണം. ഒരാൾ അത്തയ്യാത്ത് ഓതുമ്പോ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ജിബ്രീലിലേക്ക് മേട്ടം കിട്ടും. അള്ളാന്റെ റസൂൽ തെറ്റിന്റെ പേര് തെറ്റിച്ച് പറഞ്ഞാൽ. പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ.
അപ്പൊ എല്ലാവരുടെ പേര് റസൂലുള്ളാഹിന്റെ പേര് വരുമ്പോൾ മാത്രമല്ല നമ്മളെ കുട്ടികളെ പേര് വായിക്കുമ്പോഴും മുഹമ്മദ് അസ്ലം ഹാജർ ഹാജർ അല്ലെങ്കിൽ മുഹമ്മദ് സുദ്ദീഖ് ഓക്കെ ഹാജർ അങ്ങനെ പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂപ്പർക്ക് അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ.